ഹലോ ഹായ് അസ്സാം വലൈക്കും നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്, കാരണം കുറച്ചായി ചെയ്തിട്ട് മാവുകളുടെ കുറച്ച് വെറൈറ്റികൾ. അപ്പം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഞാൻ വിദേശ മാവുകളുടെ കുറച്ച് വെറൈറ്റികളാണ്. അതിൻ്റെ തൈകളും അതിൻ്റെ ചെറിയ തൈകളും നമ്മുടെ അടുത്തുള്ള മൊത്തം തൈകളെ കുറച്ച് വെറൈറ്റിൻ്റെ ഒരു 10 വെറൈറ്റിൻ്റെ മാത്രം ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ കുറേ നമ്മളെ കമാൻഡാളന്മാരുണ്ടാവും ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാൻ, കുറച്ച് വേട്ടവളയന്മാർ, നിങ്ങളെന്തിനാണ് വിദേശ മാങ്ങനെ പരിചയപ്പെടുത്തുന്നത്, നമ്മളെ മൂവാണ്ടൻ മാങ്ങല്ലേ, മറ്റേതില്ലേ, മറിച്ചില്ലേ. അവരെ അങ്ങനെയുള്ള ആളുകളുടെ ഞാൻ സ്വയം ഒരു പരിശോധന നടത്തിയപ്പോൾ അവരൊക്കെ ഉപയോഗിക്കുന്നത് വലിയ വലിയ വണ്ടികളും വീടൊക്കെ ഭയങ്കര വലിയ വീടും. എന്തിനാ വലിയ വീടുണ്ടാക്കുന്നത്, ചെറിയ വീടുണ്ടാക്കിയ പോരെ. 10 ഉറുപ്പ്യൻ്റെ ലൈറ്റ് ഇട്ടാലും ബൾബ് കത്തും, ലൈറ്റ് ഉണ്ടാവും. പിന്നെ എന്തിനാണ് ആയിരക്കണക്കിന് ഉറുപ്പ്യൻ്റെ ലൈറ്റൊക്കെ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരുടേതായ ഒരു ജീവിതത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹൈഫൈ ഒന്നും പാടില്ല. സാധാ നമ്മളെ ചപ്പിക്കുടിയനും മുട്ടിക്കുടിയനും അല്ലെങ്കിൽ മൂവാണ്ടൻ മാങ്ങി അങ്ങനെയുള്ള മാങ്ങ മാത്രം കഴിച്ചാൽ മതി. എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വീട്ടിൽ ഒരു 4-5 തൈകൾ വെക്കാനുള്ള സ്ഥലത്ത് അങ്ങാടിയിൽ നമുക്ക് 3 കിലോ 50 ഉറുപ്പ്യക്ക് കിട്ടണ അല്ലെങ്കിൽ 3 കിലോ 100 ഉറുപ്പ്യക്ക് കിട്ടണ മാങ്ങ നമ്മൾ കഷ്ടപ്പെട്ട് വലുതാക്കി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി നമ്മുടെ നാട്ടിൽ പണ്ട് കാലം മുതൽ വെച്ച മാവുകളൊക്കെ ഇഷ്ടം പോലെ എല്ലായിടത്തും ഉണ്ട്, എല്ലാവരുടെ വീട്ടിലും ഉണ്ട്. പിന്നെ കമേഴ്ഷ്യൽ കൃഷി ചെയ്യണവരുണ്ട്, നമുക്ക് അങ്ങാടിയിൽ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ എപ്പോഴും വെക്കുമ്പോൾ ഉള്ള സ്ഥലത്ത് വെക്കുമ്പോൾ ഒരു ഹൈഫൈ ഒരാൾ കണ്ടാലിങ്ങനെ നോക്കി നിൽക്കണം. ആ മാങ്ങ എന്താണ്, അത് എവിടെ നിന്നാണ്, എങ്ങനെയാണ്, അതിൻ്റെ ടേസ്റ്റ് എന്താണ്, ആ കാഴ്ച, അതിനും കൂടെ ഉള്ളൊരു മാവുകൾ വെക്കണം എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. തിരിച്ചുള്ളവരുണ്ടാവും, അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാം. എല്ലാവർക്കും ഇപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങളും യോജിപ്പിച്ച് കൊണ്ടുനടക്കാനൊന്നും പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണോ അത് നിങ്ങളിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കുക, തള്ളേണ്ടവർക്ക് തള്ള, അത്രയേ ഉള്ളൂ ആ കാര്യത്തിൽ. അതിൽ വലിയ നമ്മളെ പഠിപ്പിക്കാനോ അല്ല ഫിലോസഫി ആയിട്ടൊന്നും വരേണ്ട ആവശ്യമില്ല. നാടൻ മാവുകളെ സംരക്ഷിക്കേണ്ട അതിനൊക്കെ അതിൻ്റെ ആളുകളുണ്ട്, അത് സംരക്ഷിക്കണവരുണ്ട്, അവർ സംരക്ഷിച്ചോട്ടെ. എൻ്റെ ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞ ഒരു വീട്ടിൽ വെക്കേണ്ട, അല്ലെങ്കിൽ ഒരു വീട്ടിൽ നമുക്ക് 4-5 മാവുകളൊക്കെ വെക്കുമ്പോൾ അതൊരു ഹൈഫൈ ആവണം. നമ്മളിപ്പോൾ വിദേശ രാജ്യങ്ങൾ പോകുന്നുണ്ട്, വിദേശ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, വിദേശ വാച്ചുകൾ ഉപയോഗിക്കുന്നുണ്ട്, കണ്ണുണ്ട്, മൊബൈൽ ഒക്കെ വിദേശമാണ്. മാവ് മാത്രം സ്വദേശം പാടുള്ളൂ എന്നുള്ള ഒരു സങ്കുചിത ചിന്താഗതി. കിണറ്റിലെ തവള എന്നാണ് ഞാൻ പറയാം. അവരെ ലോകം, അവരെ കാട്, അതിൽ കാണുന്ന പുല്ലും വൈക്കോലും ചെറിയ ചെറിയ പുൽച്ചാടികളാണ് അവരെ കാട്, അതിൽ കാണുന്ന ചെറിയ ചെറിയ ജീവികളും ഇതാണ് അവരെ ലോകം. അതിൻ്റെ അപ്പുറം ഒരു ലോകമില്ല എന്നുള്ള കുറേ ആളുകളുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇനി കടക്കുന്നില്ല. കാരണം ഇത്രയും പറയാൻ കാരണം നിങ്ങൾക്കറിയാൻ പറ്റും, കുറേ കമൻ്റ് ആളുകളുണ്ട്, വേട്ടവളിയന്മാർ വന്നിട്ട് അതിൽ കമൻറ്റ് ചെയ്ത്, പിന്നെ അവർക്കൊക്കെ എല്ലാത്തിനും മറുപടി കൊടുക്കാറില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം സജസ്റ്റ് ചെയ്യുന്നത് എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ നാംഡോക്കുമായി. നാംഡോക്കുമായിൻ്റെ ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൈകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇത് എൻ്റെ ടെറസിലെ ഒരു നാംഡോക്കുമായി. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇതിനെ തിരഞ്ഞെടുക്കുന്നുള്ള കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഇത് നിങ്ങൾക്ക് ഒന്നാമതായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു മാവ്. അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ ടെറസിലോ നിറയെ ഇതുപോലെ കായ്ച്ചു നിൽക്കുന്ന ഒരു മാവാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതും വിദേശ മാവുകളിലെ ഏറ്റവും ടേസ്റ്റി. ഇപ്പോൾ വേൾഡിൽ നോക്കുകയാണെങ്കിൽ ക്ലാസ് 1 മാങ്ങയിലെ എണ്ണയാണെങ്കിൽ ആദ്യം എണ്ണുന്നൊരു മാങ്ങയാണ് നാംഡോക്കുമായി. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കുകയാണ്. ഇനി തൈകളെ കാണിച്ചു തരാം. തൈകളുടെ സ്റ്റാർട്ടിങ് പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ അടുത്തുള്ള ഒരു ബേസിക് പ്ലാന്റ്. ഇതാണ് ഏറ്റവും ചെറിയ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളൊരു 600 ഉറുപ്പ്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാന്റാണ്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് അതിൻ്റെ നേരെ വലിയ പ്ലാന്റുകളാണിത്. അപ്പോൾ മാവുകളൊക്കെ ഇങ്ങനെ പൂവിട്ട് തുടങ്ങണുള്ളൂ, മല്ലികയാണ് ഫ്ലവർ ചെയ്തിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് ആണ് നമ്മുടെ നാംഡോക്കുമായിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ്. നാംഡോക്കുമായി എന്തുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് ചെറിയ സ്ഥലങ്ങളിലൊക്കെ വെക്കാൻ പറ്റിയ ഇങ്ങനെ ഭംഗിയിൽ കണ്ടില്ല, ഇതിൻ്റെ ഒരു ഗെറ്റപ്പ് നോക്കിയാൽ ഇത്രയും ഭംഗിയിൽ വരുന്ന ഒരു മാവ് വിദേശ മാങ്ങകളിൽ സജസ്റ്റ് ചെയ്യുമ്പോൾ നാംഡോക്കുമായിയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭംഗി തന്നെ. ഇതിപ്പോൾ ഇവിടെ വെയിൽ കുറച്ച് കുറവാണ്, കുറച്ച് വെയിലുള്ള ഭാഗത്തേക്ക് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ വെയിലുള്ള ഭാഗം കിട്ടുന്നിടത്ത് മാങ്ങ കായ്ച്ചു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതാണ് ഇതിൻ്റെ മാങ്ങ. ഇതിപ്പോൾ എത്ര ഈ ഭാഗത്തേക്ക് വെയിൽ കിട്ടുന്നുള്ളൂ, അവിടേക്ക് മാങ്ങ ഉണ്ടായിട്ടുണ്ട്. വെയിൽ കിട്ടുന്ന ഭാഗത്ത് ഇപ്പോൾ ഒരു സെറ്റ് നമുക്കതിൽ മാങ്ങ ഉണ്ട്. അപ്പോൾ അടുത്ത സെറ്റ് ഇത് ഫ്ലവർ ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ മാങ്ങ പൊട്ടിക്കാനാവുമ്പോഴേക്ക് നമുക്ക് അടുത്ത സെറ്റ് മാങ്ങ ഉണ്ടാവും. അപ്പോൾ ജൂൺ വരെ നമുക്ക് ഇതിന്മേൽ മാങ്ങ ഉണ്ടാവും എന്നുള്ളതാണ്.
അപ്പോൾ ഇതാണ് ഞാൻ നാംഡോക്കുമായി സജസ്റ്റ് ചെയ്യാൻ ഫസ്റ്റ് എൻ്റെ ഒരു ഓപ്ഷനിൽ, ഒന്നാമത്തെ ഓപ്ഷനിൽ ഇടാനുള്ള. മൂന്നാമത്തെ കാറ്റഗറിയിൽ പെട്ട നാംഡോക്കാണിത്. അപ്പോൾ ഇത് ഈ ചെറിയ തന്നെ ഫ്ലവർ തന്നെയുണ്ട്. അപ്പോൾ ചിലർ ചോദിക്കും ഫ്ലവർ ഇട്ട തൈ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതൊരു മൂന്നാമത്തെ കാറ്റഗറിയിലാണ് പെടുന്ന തൈകളാണിത്. അപ്പോൾ ഈ ഒക്കെ ഇതൊരു മിഡിൽ റേഞ്ചിൽ പെട്ടതാണ്. അതിൻ്റെ നേരെ മുകളിലുള്ള കാറ്റഗറിയാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ മുകളിലുള്ള കാറ്റഗറിയാണ് കാണുന്നത്. അപ്പോൾ ചെറിയ തൈമൽ പൂവുണ്ട്, വലിയ തൈമൽ ഫ്ലവർ ഇല്ല. കാരണം ഇത് കട്ട് ചെയ്തിട്ട് ബുഷാക്കി കൊണ്ടുവരുന്ന തൈകളാണ്. അപ്പോൾ നാലാമത്തെ കാറ്റഗറിയാണ് ഈ കാണിച്ചത്. ഇനി അഞ്ചാമത്തെ കാറ്റഗറി കാണിച്ചത്. അഞ്ചാമത്തെ കാറ്റഗറി ഒരു 3000 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന തൈകൾ. അപ്പോൾ ഇതിമേലും ഓൾറെഡി ഫ്ലവർ ഉണ്ട്. പക്ഷേ നമ്മൾ ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ട് നിർത്തുകയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിന് നല്ലത്. അപ്പോൾ ഇതാണ് നമ്മളൊരു അഞ്ചാമത്തെ കാറ്റഗറിയിൽ പെട്ട മാവ്. ഇതതിൻ്റെ ആറാമത്തെ കാറ്റഗറിയിൽ പെട്ടതാണ്. നാംഡോക്കിൻ്റെ ആറാമത്തെ കാറ്റഗറിയിൽ പെട്ട മാവാണ്. ഇതതിൻ്റെ ഏഴാമത്തെ കാറ്റഗറിയിൽ പെട്ടതാണ്. ഇതാണ് ഇതിൻ്റെ ജംബോ പ്ലാന്റ്. ഇപ്പോൾ ബാഗിലുള്ള ഏറ്റവും വലിയ പ്ലാന്റ് ഇതാണ്. ഇതിൻ്റെ ഒരുപാട് ഉണ്ട്, ഞാൻ അപ്പുറം കാണിച്ചത്. ഏഴാമത്തെ നാംഡോക്കുമായി ബാഗിലുള്ള ഏറ്റവും വലിയ തൈകളാണ് ഇത്. ഞാൻ മുന്നേ ഇത് തൈകൾ ഇറങ്ങുമ്പോൾ സമയത്ത് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇനി അവിടെ ഉണ്ട്, നമ്മൾ പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടാണ്. അവിടെ ഒരു 10-50 തൈയും കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള നാംഡോക്കുമായിൻ്റെ ബാഗിലുള്ള, ഞാനിപ്പോൾ നേരത്തെ കാണിച്ചതിൻ്റെ കുറച്ച് ബാഗ് പാടത്തുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ തൈകളാണ് ഈ കാണുന്നത്. ഒക്കെ ഹെവി പ്ലാന്റുകളാണ്. ഇതൊക്കെ ഡ്രമ്മിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 20,000 രൂപയ്ക്ക് വിൽക്കാൻ പറ്റിയ പ്ലാന്റുകളാണ്, ഹെവി പ്ലാന്റുകളാണ്. ഓക്കെ, ഇതാണിപ്പോൾ നാംഡോക്കുമായിൻ്റെ നമ്മുടെ ഫൈനൽ ബാഗിലുള്ള തൈകൾ. ഇതാണ് നമ്മുടെ നാംഡോക്കുമായിൻ്റെ ഹെവി പ്ലാന്റ് പറഞ്ഞത്. ഇത്രയും വലിയൊരു പ്ലാന്റാണ് ഇത്. ഫുൾ ഡ്രമ്മിലാണ്, വലിയ ഡ്രമ്മിലാണ്. ഇതാണ് നമ്മുടെ അടുത്തുള്ളതിൽ ഇപ്പോൾ അവൈലബിൾ. കുറേ ഇതിൻ്റെ തുണകളൊക്കെ ഉണ്ടായിരുന്നു, കുറേ കഴിഞ്ഞു. ഇനി ഈ ഒരൊറ്റ പ്ലാന്റും കൂടെ ഉള്ളൂ ഹെവി പ്ലാന്റ് നാംഡോക്കുമായിൻ്റെ. ഇനി ഇതിൻ്റെ മീഡിയം പ്ലാന്റ് ഉണ്ട് കാണിച്ചത്. നാംഡോക്കുമായിൻ്റെ ഡ്രമ്മിലുള്ള മീഡിയം പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഈ കാണുന്നതൊക്കെ നിറയെ മാങ്ങോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളാണ്. ഇതാണ് നാംഡോക്കുമായിൻ്റെ ഡ്രമ്മിലുള്ള മീഡിയം പ്ലാന്റ്. അപ്പോൾ ഇതെന്താ ഇങ്ങനെ കാണിക്കണമെന്ന് പറഞ്ഞാൽ, ഇത് ചിലർക്കൊന്നും ഇതിൻ്റെ പ്രൈസ് ലിസ്റ്റ് നോക്കിയിട്ട് ഇതിൻ്റെ സൈസ് ഏതാണെന്നുള്ളത് മനസ്സിലാകണില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ചെയ്യാണ്. അതിൻ്റെ ഡ്രമ്മിലുള്ള ഏറ്റവും മീഡിയം തൈ, ചെറിയ തൈ. അപ്പോൾ ഇതാണ് നമ്മളെ ഹാഫ് ഡ്രമ്മിൽ ഉള്ള ഒരു മീഡിയം തൈയാണ് ഈ കാണുന്നത് നാംഡോക്കുമായിൻ്റെ. ഇനി നാംഡോക്കുമായിൻ്റെ വേറൊരു ഇനാണ് നമ്മുടെ പർപ്പിൾ നാംഡോക്കുമായി, ശ്രീമാം എന്ന് പറയും. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം അവിടുന്ന് കൊണ്ടുവരുമ്പോൾ മാങ്ങ ഉണ്ടായി. കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുന്നത്തെ കൊല്ലം കൊണ്ടുവരുമ്പോൾ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കൊല്ലം നമ്മളിവിടെ കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ബ്ലാക്ക് കളറിലേക്ക് വന്നിട്ടില്ല. ശരിക്കും അത് ഈ ഒരു കളറിലേക്കാണ് മാങ്ങ വരിക. ഞാൻ ജസ്റ്റ് കാണിച്ചു തരേണ്ട. ഞാനത് അവിടെ നിന്ന് വരുമ്പോൾ അവിടെ ബംഗ്ലാദേശിൽ പോയിട്ട് എടുത്ത വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ നാംഡോക്കുമായി ശ്രീമോം. ഇത് ഞാൻ ബംഗ്ലാദേശിൽ പോയപ്പോൾ അവിടെ നിന്ന് എടുത്ത ഒരു വീഡിയോ ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ തൈ എന്താ കാണിക്കാൻ കാരണം തന്നെ, ഈ തൈ ഇതേപോലെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഇപ്പം നമ്മൾ കാണുന്ന നേരത്തെ കണ്ട ആ മരം. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ അങ്ങനെ ഒന്ന് കാണിക്കാൻ, എന്തുകൊണ്ട് ഈ മാവിനെ നമ്മൾ സെലക്ട് ചെയ്യണം എന്നൊക്കെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ നാംഡോക്കുമായി ശ്രീമോം അല്ലെങ്കിൽ നാംഡോക്കുമായി പർപ്പിൾ ഇനി നമ്മളെ ഗാർഡനിലേക്ക് എത്തിയ രംഗം ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ സൈസ് കണ്ടില്ലേ, അതാണ് നാംഡോക്കുമായി പർപ്പിൾ. ഇനി അത് നമ്മളെ ഗാർഡനിലേക്ക് ഇതേപോലെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ആ ചട്ടി പച്ച പെയിൻ്റൊന്നും അടിച്ചിട്ടില്ലായിരുന്നു, അന്ന് സിമൻറ്റ് ചട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ചട്ടിയിലായിരുന്നു ഇപ്പോൾ ഇരുന്ന് കായ്ച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ കൊണ്ടുവരുമ്പോൾ കുറച്ച് മാങ്ങകളൊക്കെ കൊഴിഞ്ഞു പോയി, കവറൊക്കെ ഇട്ട് കെട്ടിയിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ കോലം.
അപ്പോൾ ആ മാവിൻ്റെ ഇപ്പോഴത്തെ കോലാണ് നേരത്തെ നമ്മൾ കാണിച്ചത്. ഓക്കെ, നാംഡോക്കുമായിൻ്റെ പർപ്പിളിൻ്റെ 2 കാറ്റഗറി തൈകളാണുള്ളത്. ഇതാണ് അതിൻ്റെ ഏറ്റവും ചെറിയ തൈകൾ നമ്മുടെ അടുത്തുള്ളത്. നാംഡോക്കുമായിൻ്റെ പർപ്പിളിൻ്റെ ചെറിയ തൈ എന്ന് പറഞ്ഞാൽ ചിലർ ഹൈറ്റ് എത്ര ഉണ്ട്, 2 അടി ഉണ്ടോ, ഹൈറ്റൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്നെക്കാട്ടി ഹൈറ്റുള്ള തൈയാണ്. പക്ഷേ അതിൽ എൻ്റെ അടുത്തുള്ള ഏറ്റവും ചെറിയ തൈയാണിത്, നാംഡോക്കുമായി പർപ്പിളിൻ്റെ. അതിൻ്റെ അടുത്ത കാറ്റഗറി പെട്ടതാണിത്. ഈ 2 തൈകളാണ് നമ്മുടെ അടുത്ത് നാംഡോക്കുമായി പർപ്പിളിൻ്റെതുള്ളത്. ഇതാണ് അതിൻ്റെ മാങ്ങ. അപ്പോൾ ഇതിൻ്റെ ഇനിയൊരു 2-3 തൈകളും കൂടെ വലുതേ ഉള്ളൂ, ചെറുത് ഒരു 10-20 തൈകളും കൂടെ ഉണ്ട്. ഓക്കെ, അടുത്തൊരു കാറ്റഗറി ഇപ്പം നാംഡോക്കുമായിൻ്റെ ഏകദേശം നിങ്ങൾ കണ്ട്. ഇനി അവന് സജസ്റ്റ് ചെയ്യുന്ന ഒരു മാങ്ങയാണ് ബനാന മാംഗോ. ബനാന മാംഗോൻ്റെ തൈകളാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഇത് ഫ്ലവർ ചെയ്ത് ഇതിൻ്റെ ടെറസിൽ കാണിച്ചതിൻ്റെ സൈസ് കണ്ടില്ലേ, ഇതാണ് ബനാന മാംഗോ. ആ ഷേപ്പിനാണ് നമ്മളതിനെ ബനാന എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ടെറസിൻ്റെ മുകളിലെ കാഴ്ച അതിൻ്റെ ബനാന മാംഗോൻ്റെ സൈസാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആണ്, ഇതിൻ്റെ റിവ്യൂക്ക് വേണ്ടിയിട്ട്. ഇതൊന്ന് പഴുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് ഇതേപോലെ റെഡിഷ് കളറിലേക്ക് മാറും. കണ്ടില്ലേ എന്താ അതിൻ്റെ കളറും. ഇതൊക്കെയാണ് നമ്മളെ അനുഭവത്തിൽ നിന്നാണ് നിങ്ങളോടിത് ഷെയർ ചെയ്യുന്നത്, അല്ലാതെ നെറ്റിൽ കണ്ട് അവിടെ നിന്ന് കണ്ട് പിന്മറിയുന്ന സാധനങ്ങളല്ല. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നമ്മളൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. നമുക്ക് ബനാന സ്റ്റൈലിൽ തന്നെ ഒന്ന് മുറിച്ച് നോക്കാം. ബനാന പീൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്കിതിങ്ങനെ എന്താ മുറിച്ചപ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലും കണ്ട്, ഒരു മധുരത്തിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് നന്നായിട്ട് കണ്ട് വരുന്നുണ്ട്. എന്താ ഇപ്പോൾ പറയാ, ഓരോ മാങ്ങ കഴിക്കുമ്പോഴും അതാണ് നല്ലത് തോന്നുന്നു. തൈകൾ ഇപ്പോൾ ഇത് നമുക്ക് ഓപ്പോസിറ്റ് വലിയ തൈകളിൽ നിന്ന് തുടങ്ങാം. ഇതാണ് ബനാന മാംഗോൻ്റെ ഒരു ജംബോ പ്ലാന്റ് എന്ന് പറയാനുള്ളത്. ഹെവി പ്ലാന്റ് എന്ന് പറയാൻ ഇപ്പോൾ ഇതേ ഉള്ളൂ. ഇതിൻ്റെ വലുത് കഴിഞ്ഞു, പിന്നെ ഡ്രമ്മിലുള്ളത് അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ ബനാന മാംഗോൻ്റെ ഫുള്ള് അവൈലബിളായ ജംബോ പ്ലാന്റുകളാണ്. ഒരു 3000-ൻ്റെ പ്ലാന്റുകളാണ്. ഇനി ഇതിൻ്റെ താഴേക്ക് നമുക്കൊരു 500 രൂപ വരെ ഉണ്ട്. ഇത് അതിൻ്റെ താഴെയുള്ള പ്ലാന്റുകളാണ്. ഇതാണ് അതിൻ്റെ താഴെയുള്ള പ്ലാന്റുകൾ ബനാന മാംഗോൻ്റെ. അപ്പോൾ ഇത് എടുത്ത് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ തന്നെ വെയിറ്റ് കൊണ്ട് എന്നെ കൊണ്ട് പ്രയാസമാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്ലാന്റ്. അപ്പോൾ ഇരിക്കുന്നതൊക്കെ അതിൻ്റെ പ്ലാന്റാണ്. ഇതിപ്പോൾ മുകളിൽ നിന്ന് ഒന്നായി, രണ്ടാമത്തായി. ഇത് മുകളിൽ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് 3ാമത്തെ കാറ്റഗറി പെട്ട മാവുകളാണ്. ഇത് ഇനി ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൈസ് കറക്റ്റ് അറിയണമെങ്കിൽ ഓരോന്നിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് വാട്സപ്പിൽ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസ് പറഞ്ഞു തരുന്നുണ്ട്. കാരണം അത് പ്രൈസ് പറയാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളതായിരിക്കില്ല, പിന്നീട് സ്റ്റോക്ക് ഉണ്ടാവും എന്നുള്ളത് പറയാൻ പറ്റില്ല. ഓരോ സ്റ്റോക്ക് വരുമ്പോഴും വിലക്ക് വ്യത്യാസം വരും. അപ്പോൾ പിന്നെ ഇതൊരു എന്താ പറയുക, ഒരു മാവേലി സ്റ്റോറൊന്നുമല്ല എല്ലാവർക്കും ഒരേ പ്രൈസിൽ കൊടുക്കാൻ പറ്റും. ഓരോരുത്തരുടെ അടുത്ത് തൈകൾക്ക് അവർക്ക് കിട്ടുന്ന രൂപത്തിലൊക്കെ അവർ വിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ പ്രൈസ് പറയാത്തത്. ആവശ്യമുള്ളവർക്ക് മാത്രം നമ്മൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്താണെന്നുള്ളത് അതിൻ്റെ കളർ കണ്ടാലും അറിയാം. ഇതാണ് സിന്ദൂരം മാങ്ങയാണ്. അത്യാവശ്യം ഫ്ലവർ ചെയ്തിട്ടുണ്ട്. എത്രത്തോളം പിടിക്കും എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് 3ാമത്തെ കാറ്റഗറിയിലേക്ക് പോവാം. നമ്മുടെ R2E2. നമ്മൾ അടുത്ത് നിങ്ങൾ വെക്കാൻ സജസ്റ്റ് ചെയ്യുന്നൊരു മാങ്ങയാണ് R2E2, ഓസ്ട്രേലിയൻ്റെ R2E2 മാങ്ങ. ഇതാണ് R2E2 മാംഗോ, ഓസ്ട്രേലിയൻ്റെ. ജസ്റ്റ് ഒന്ന് പഴുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഇതിൻ്റെ ടെറസിലുണ്ടായതാണ്. അപ്പോൾ പഴുത്ത മാങ്ങ ഒന്ന് കണ്ടപ്പോൾ ഒന്ന് പൊട്ടിക്കാനുള്ളൊരു പരിപാടിയിലാണ്. ഇത് ബംഗ്ലാദേശ് കൽക്കത്തക്ക വഴിയാണ് നമുക്കിതിൻ്റെ തൈകൾ വരുന്നത്. ഇത് കാഴ്ച നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഡ്രമ്മിൽ ആയതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ എണ്ണം കായ്ഫലം കുറവ്. നമ്മളെപ്പോഴും ഇത് ഗ്രൗണ്ടിൽ ഭൂമിയിൽ വെക്കാൻ നോക്കുക. പിന്നെ സ്ഥിര സ്ഥലപരിമിതി
എല്ലാവർക്കും ഇപ്പോൾ ഒരേപോലെ സ്ഥലമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഉള്ള സ്ഥലത്ത് വെക്കുക എന്നുള്ള ഇതിലാണ് നമ്മൾ ഡ്രം പ്രൊവൈഡ് ചെയ്യുന്നത്. ഭൂമി ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഭൂമിയുടെ അടിയിൽ വെക്കുകയാണ്. ഏറ്റവും ചെറിയ തൈകൾ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ്. ഇതാണ് ബേസിക് സ്റ്റാർട്ടിങ് നമ്മുടെ R2E2 തൈകൾ. R2E2 ഒരു മീഡിയം തൈയാണിത്. അത് കഴിഞ്ഞാൽ ഏറ്റവും ചെറുത് കഴിഞ്ഞാലുള്ള തൈകളാണിത്. ഇതാണ് രണ്ടാമത്തെ കാറ്റഗറിയിൽ R2E2 വരുന്നത്. ഇനി ഇതിൻ്റെ വലിയ പ്ലാന്റ് കാണിച്ചിടാം. മൂന്നാമത്തെ കാറ്റഗറിപ്പെട്ട തൈകളാണ് ഈ കാണുന്നതൊക്കെ. മീഡിയം പ്ലാന്റുകളാണ്. ഇത് കാണാനൊന്നും വല്ല ഭംഗിയില്ലാത്തൊരു ലീഫാണ് ഇതിൻ്റെ. കാരണം വളഞ്ഞ് പൊളഞ്ഞ് ആകെ ഇതിങ്ങനെ കൂട്ടത്തിൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഭംഗി കിട്ടില്ല. അതൊക്കെ ഒറ്റയ്ക്ക് തൈകൾ വെച്ച് അതിനെ സംരക്ഷിച്ച് മരുന്നുകളൊക്കെ അടിച്ച് ക്ലിയർ ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ഇത് കിട്ടുള്ളൂ. ഇത് കുളമ്പാണ്. ഇത് താഴെ വെച്ചൊരു കുളമ്പാണ് ഈ പൂത്ത് കിടക്കുന്നത്. ഇലകളൊന്നും ഇല്ലെങ്കിലും മാങ്ങ അത്യാവശ്യം മാങ്ങ പിടിച്ചിട്ടുണ്ട്. കുളമ്പ് മാങ്ങയാണ്. ഇതാണ് R2E2 മൂന്നാമത്തെ കാറ്റഗറി. ജംബോ പ്ലാന്റ് ആണിത്. ഹെവി പ്ലാന്റ് ആണ്. ഡ്രമ്മിലുള്ള ഇതൊക്കെ ഏകദേശം ഒരു 8 വർഷം 9 വർഷമൊക്കെ ആയ പ്ലാന്റുകളാണ്. 2 വർഷമായിട്ട് നമുക്ക് മാങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റാണ് R2E2 ജംബോ. ഇതൊന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്. ഇതൊക്കെ R2E2 ജംബോ ഹെവി പ്ലാന്റുകളാണ്. ഇതതിൻ്റെ നേരെ താഴെയുള്ള പ്ലാന്റാണ് R2E2. ഇത് അതിൻ്റെ ഹാഫ് ഡ്രമ്മിലുള്ള പ്ലാന്റാണ് R2E2. ഇത് അധികം ഹൈറ്റിലേക്ക് പോയിട്ടില്ല. ഇതാണ് ഇതിപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ട് ബുഷാക്കിയിട്ട് കൊണ്ടുവരുന്ന തൈകളാണ് R2E2 ഒരു മിഡിൽ ഡ്രമ്മിലുള്ള ഒരു മിഡിൽ പ്ലാന്റാണ്. ഇത് നാലാമതായിട്ട് ഞാൻ നിർദ്ദേശിക്കുന്ന ഒരു മാവാണ് ഗോലക് മാംഗോ. ഗോലക് മാംഗോൻ്റെ കുറച്ച് വലിയ പ്ലാന്റുകളേ ഉള്ളൂ, ചെറിയ പ്ലാന്റുകളൊന്നുമില്ല. തൈകൾ എവിടെ നിന്ന് കിട്ടുകയാണെങ്കിലും ആരും ഒഴിവാക്കണ്ട, ധൈര്യമായിട്ട് വാങ്ങി വെച്ചോളൂ. ഗോലക് മാംഗോ സൂപ്പർ മാങ്ങയാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ തൈകളൊക്കെ ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് ഹെവി പ്ലാന്റ് ഡ്രമ്മിലുള്ള ഒരു 5-6 പ്ലാന്റുകൾ കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഒരു ഹെവി പ്ലാന്റ് പഴുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഓ, അതിൻ്റെ വെയിറ്റ്. അത് ഗോലക് മാംഗോ. ഇങ്ങനെ തന്നെ കടിച്ച് കഴിക്കാം. അമ്മോ, ഒരു രക്ഷയില്ല. ക്യാമറമാൻ വെള്ളം ഇറക്കുന്നുണ്ട്. അപ്പം ഇതാണ് ഗോലക് മാംഗോ. അപ്പം ഇനി കണ്ടില്ലേ, ഒരു ബ്ലേഡിൻ്റെ കനാണ് ഇതുള്ളത്. ഒരു മാങ്ങ മുറിച്ച് കഴിക്കണമെങ്കിൽ ഒരു 4-5 പേരെങ്കിലും വേണം ഇത് തീർക്കണമെങ്കിൽ. ഈ ഒരു ചെറിയൊരു പോർഷൻ കഴിച്ചപ്പോൾ തന്നെ നമ്മൾ ഒരു പ്ലാന്റ് കട്ട് ചെയ്ത് വെച്ചതാണ്. അടുത്ത വർഷത്തൊക്കെ ആകുമ്പോഴത്തേക്ക് ബുഷാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. 2 പ്ലാന്റ് ഉണ്ട്, 2 അല്ല 3 ഉണ്ട്. ഇത് 3 ഗോലക്കിൻ്റെ തന്നെ. ഒരാൾക്കൊന്നും കൊടുക്കാൻ പറ്റാത്തൊരു കോലായതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ കാണിക്കാതെ ഇത്രയും കാലം വെച്ചിരുന്നത്. അതൊന്ന് ലെവലായതിൻ്റെ ശേഷം കൊടുക്കാന്നുള്ള നിലക്കാണ്. തന്നെ വേറൊരു പ്ലാന്റാണ്, ഹെവി പ്ലാന്റാണ്. ഇതാണ് ഇതിൻ്റെ സൈസ്, സ്ട്രക്ചർ. ഇനി അടുത്തത് നമ്മൾക്ക് കാറ്റഗറിയിലേക്ക് വരാൻ പോകുന്നതാണ് കാട്ടിമൂൺ. കാട്ടിമൂൺ എന്ന് പറഞ്ഞ മാവ് ഇത് ഞാൻ താഴെ വെച്ചതാണ്. താഴെ വെച്ചപ്പോൾ അതിൻ്റെ ഒരു ഗ്രോത്തും അതിൻ്റെ ഫ്ലവറിങ്ങും ഒക്കെ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതാണ് കാട്ടിമൂൺ മാംഗോ. കാട്ടിമൂൺ മാംഗോൻ്റെ പ്രത്യേകതകൾ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് നമുക്കൊരു സീസൺ ഇല്ലാത്തൊരു മാങ്ങയാണ്. ഇത് ഏകദേശം 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷെ നമ്മളെ കാലാവസ്ഥ അതിന് അനുകൂലമല്ലാത്തതുകൊണ്ട് നമുക്ക് 2 പ്രാവശ്യമേ കിട്ടുള്ളൂ. ഒരു പ്രാവശ്യം മഴയത്ത് നമുക്ക് അതിൻ്റെ മാവുകളൊക്കെ നഷ്ടപ്പെടും, മാങ്ങ കിട്ടില്ല, പൂപ്പൊടി പിടിക്കില്ല. ഇതാണ് കാട്ടിമൂൺ മാങ്ങ താഴത്ത് വെച്ച തൈകളാണ്. ഞാൻ തൈ എടുക്കാൻ പോയ സമയത്ത് അവിടെ നിന്ന് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ തൈകൾ പറപ്പിച്ച് താഴെ നിന്ന് പറിച്ച് ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു, അതിൻ്റെ ഹെവി പ്ലാന്റുകൾ. അപ്പോൾ
ഇതിൽ കാണിക്കുന്നുണ്ട് ഹെവി പ്ലാന്റുകളാണ്, ഈ തൈകളാണ്, അത് കട്ട് ചെയ്ത് കൊണ്ടുവന്നാണ്. അപ്പോൾ ഏത് സമയത്ത് ഉണ്ടാകുന്നൊരു മാങ്ങയാണ് നമ്മളെ സ്വീറ്റ് കാറ്റിമൂണ്, ചോക്കന്നാൻ എന്നൊക്കെ അറിയപ്പെടുന്ന മാങ്ങ. അപ്പോൾ അതിൻ്റെ ബേസിക് പ്ലാന്റുകളാണ്. ഒരു 500 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാന്റുകളാണ് ഈ കാണുന്നത്. കാറ്റിമൂണിൻ്റെ ബേസിക് പ്ലാന്റുകളാണ് ഇത്. അതിൻ്റെ നേരെ വലുതാണ് അതിൻ്റെ മിഡിലുള്ളത്. പിന്നെ അതിൻ്റെ ഹെവി പ്ലാന്റുകളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഉണ്ട് ഹെവി പ്ലാന്റുകളുള്ളത്. ജംബോ പ്ലാന്റ് എന്ന് പറഞ്ഞത് ഇതാണ്. ഇതൊക്കെ കാറ്റിമൂണിൻ്റെ ഹെവി പ്ലാന്റുകളാണ്. സ്ഥലപരിമിതി കാരണമാണ് ഇത് ഇത്രയും കൺജസ്റ്റഡ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഇന്ത്യൻ മുസംബി. ഞാനൊരു ഒരു തൈ താഴെ വെച്ചതാണ്. ഇപ്പോൾ അതങ്ങനെ ഫ്ലവർ ചെയ്ത് ചെറിയ കായകളൊക്കെ പിടിക്കുന്നുണ്ട്. ഇതും കൂടെ ഇടയിൽ കാണിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കമൻ്റാളന്മാർക്കാണ്. കൽക്കട്ടയിലെ പ്ലാന്റ് അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ അല്ലെങ്കിൽ ചൈനൻ്റെത് നമ്മളെ നാട്ടിൽ കായ്ക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കമൻ്റാളന്മാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നത്. ഇതിപ്പോൾ ഫ്ലവർ ഇപ്പോൾ സീസണാണ്, ഫ്ലവർ ചെയ്ത് തുടങ്ങണതാണ്. താഴെ വെച്ചൊരു തൈയാണ്, ഡ്രമ്മിലുള്ളത് വേറെ ഉണ്ട്. ജസ്റ്റ് ഇത് ഇങ്ങനെ പോന്നപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് കാണിച്ചതാണ്. കാറ്റിമൂണിൻ്റെ മിഡിൽ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഇതൊക്കെ കാറ്റിമൂണിൻ്റെ മിഡിൽ പ്ലാന്റുകളാണ്. അതിൻ്റെ ഇതിൻ്റെ നേരെ ചെറിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. അതിൻ്റെ ബാക്കിലുള്ളത് ഒക്കെ ഓരോന്ന് എടുത്ത് വെച്ച് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതാണ് ഇതിൻ്റെ സൈസ് ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇതാണ് കാറ്റിമൂണിൻ്റെ ഒരു മിഡിൽ പ്ലാന്റുകൾ. അപ്പോൾ കാറ്റിമൂണിൻ്റെ 500 രൂപ മുതൽ തുടങ്ങുന്ന ഒരു 4-5 വെറൈറ്റി ഇപ്പോൾ നിങ്ങളെ കാണിച്ചു. അടുത്ത കാറ്റഗറിയാണ് നമ്മുടെ മിയാസാക്കി മാങ്ങ. മിയാസാക്കി മാങ്ങൻ്റെ പ്രത്യേകത ലോകത്തിൽ 1-ാം സ്ഥാനത്തൊക്കെ എല്ലാവരും അലങ്കരിക്കുന്നൊരു മാങ്ങയാണ്. ഞാനതിനിപ്പോൾ ഒരു 5-ാം സ്ഥാനം 6-ാം സ്ഥാനത്തേക്കാണ് കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് കഴിച്ചിട്ട് അത്ര ഒരു ഫീൽ ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഫീലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ മാവിൻ്റെ കാഴ്ച മാവുകളാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത് മിയാസാക്കിൻ്റെ. ഞാൻ കഴിഞ്ഞ കൊല്ലം അവിടെ നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ കാഴ്ച തൈകൾ കൊണ്ടുവന്നതാണ്. ആ കായോട് കൂടിയിട്ട് കിടന്ന തൈകളെ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് മക്കളെ നമ്മുടെ മിയാസാക്കി. ഇത് ഞാൻ ബംഗ്ലാദേശിൽ പോയപ്പോൾ അവിടെ നിന്ന് എടുത്ത ഒരു വീഡിയോ ആണ്. നമ്മൾ തൈ കൊണ്ടുവരുന്ന നഴ്സറിൻ്റെ ഓണറാണിത്. അപ്പോൾ മിയാസാക്കി ഒരുപാട് തൈകളുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ അടുത്താണിത് ഒറിജിനലുള്ളതെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ബംഗ്ലാദേശിൽ ഇയാളെ തേടി പോയത്. അപ്പോൾ ഇതാണ് ഒറിജിനൽ മിയാസാക്കി. അപ്പോൾ ഇതിൻ്റെ തൈകളാണ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ തൈയും ഞാനിങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഗാർഡനിൽ വന്ന വിസിറ്റേഴ്സിനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. വിസിറ്റേഴ്സ് ഗാലറി നമ്മളെ ഗാർഡൻ എവിടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ചെമ്മാട്. നമ്മളെ ഗാർഡന് മുന്നേ തൈ കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ? ശരി, ഓക്കെ. നമ്മളെ വീഡിയോ കാണുന്നുണ്ട്. എന്തായാലും വീണ്ടും നമ്മളെ ഗാർഡനിലേക്ക് വന്നിട്ടുണ്ട്. സന്തോഷം. ആയിട്ടില്ല. അടുത്തടുത്ത് നമ്മളെ ഗാർഡൻ കാണാൻ തലശ്ശേരിയിൽ നിന്ന് വന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അമ്മയോടെ അമ്മനെ വിളിക്കും. പിങ്ക് ആയിട്ടില്ല, അപ്പോൾ ലൈറ്റ് പിങ്ക് ആയിട്ടുള്ളൂ. മധുരമായിട്ടുണ്ടോ? എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കൊടുക്കാൻ നമുക്കൊരു മോശമാണ്. എങ്ങനെയുണ്ട്? മധുരം ആയിട്ടുണ്ടോ? ഉണ്ടോ? ആയിട്ടില്ല, ഇനിയും ഒരു 2 വീക്സ് ആവണം. അത് അതിൻ്റെ പിങ്ക് ആവണം. ആ പേരിനോട് ഒരു അർത്ഥം വെക്കണം, തായ് പിങ്ക് എന്നുള്ള. ഞാൻ അതിൻ്റെ ജപ്പാനുണ്ട്, ആയിട്ടില്ല. നമ്മളെ ഇന്ത്യൻ മുസംബി പച്ചയിൽ തിന്നിട്ട് എങ്ങനെയുണ്ട്? എല്ലാവരും തലശ്ശേരി തന്നെ. അമ്മയും മക്കളാണ്. ജയ്പൂർ. ഓക്കെ. ഓക്കെ. എങ്ങനെയുണ്ട് പൂന? മധുരണ്ട? കഴിച്ചു നോക്കി, ഒരു കഷ്ടം കഴിച്ചു നോക്കിയേ. ഇവിടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ബിബിയങ്ങാടി അല്ലേ? അടുത്തന്നെ. ഇങ്ങനെ മധുരണ്ടാ? ഇനി ഒന്നും കൂടെ ആവാണ്ടത് പോരെ. അപ്പോൾ ഗാർഡനിൽ ഫസ്റ്റ് വന്നിട്ട് നമുക്കൊരു ഫ്രൂട്ട് ഇങ്ങനെ നീളത്തി മുറിച്ചാൽ ഞാൻ എല്ലാവർക്കും തയ്യുള്ളൂ. അപ്പോൾ നിങ്ങളവിടെ സ്ഥലം പറഞ്ഞു?
പട്ടാമ്പിയാ? തൃത്താല. അപ്പോൾ നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളൊരു പരാതിയായിട്ട് ഇരിക്കുക. നിങ്ങളെല്ലാവർക്കും മുറിച്ചു കൊടുക്കുന്നുണ്ട്, ഞങ്ങൾക്കൊന്നും ഇല്ല എന്നുള്ള. കൊടുക്കി അല്ല അതിന്റെ ഉള്ളിലത്തത് കഴിച്ചിട്ട് എന്താ അതിന്റെ അഭിപ്രായം പറയും? അറബിക്ക് ചക്ക കൊടുത്ത എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. ആദ്യമായിട്ട് കഴിക്കാണോ? ആദ്യമായിട്ട് കഴിക്കണം. ഒരു കഷ്ണം അധികം കഴിക്കണ്ടേ? ഒരു കഷ്ണം അവർക്കും കൊടുക്കിട്ടാ. സൂപ്പർ 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 സൂപ്പർ. ഒരു കഷ്ണം അവർക്ക് കൊടുക്കിട്ടാ. ഇനിയൊരു കഷ്ണം വരും വരും. ആ എടുത്തോ എടുത്തോ. ഇതിപ്പോ നമുക്ക് എവിടെ നിങ്ങൾ വളാഞ്ചേരി അല്ലേ? വളാഞ്ചേരി എന്ന് വന്നൊരു കസ്റ്റമറാണ്. അപ്പോൾ എന്താ പേരെന്താ? റിയാസ്. ഓക്കെ ഓക്കെ. ഒരു സാധനം കയറ്റി കണ്ടിരിക്കുമ്പോൾ പിന്നെ ഇവര് മുറിച്ച് നിന്നുമ്പോൾ അവർക്ക് മോശമല്ല. ഇത് ഇന്നലെ തിരഞ്ഞിട്ട് കിട്ടിയിട്ടില്ല. ഇന്നിപ്പോൾ ഇവര് തീരെ കഴിച്ചിട്ടില്ല പറഞ്ഞപ്പോൾ ഞാൻ ഉള്ളിലേക്ക് പോയി നോക്കിയതാ. അപ്പോൾ നമുക്ക് വീണ്ടും മിയാസാക്കിയിലേക്ക് തന്നെ കിടക്കാം. മിയാസാക്കി മാങ്ങൻ്റെ ഭംഗി കണ്ടില്ലേ? അത് എത്ര കണ്ടാലും ഒരു മതി വരാത്തൊരു ഇതാണ്. അപ്പോൾ ഈ തൈയാണ് നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളന്ന് കഷ്ടപ്പെട്ട് ഇവിടെ എത്തിച്ച തൈയാണ്. അപ്പോൾ അത് ഇപ്പോഴത്തെ അതിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണിപ്പോൾ ആ മാവിൻ്റെ ഇപ്പോഴത്തെ ഈ കൊല്ലത്തെ അവസ്ഥ. ഇപ്പോൾ നിറയെ പൂവിട്ടിട്ടുണ്ട്. ആദ്യം പൂവിട്ടിരുന്നു, ഒക്കെ നഷ്ടപ്പെട്ടു പോയി മഴയത്ത്. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഇതിൻ്റെ തണ്ടുമെന്ന് തന്നെ ഫ്ലവറിങ് വന്നിട്ടുണ്ട് മിയാസാക്കി. അപ്പോൾ എത്രത്തോളം ഇതിപ്പോൾ അതിന് പണ്ടാരോ പറഞ്ഞാൽ കാവിലിരുത്തി പറഞ്ഞാൽ ഞാനിപ്പോൾ ഇതിനെ ജയിലാക്കാൻ വേണ്ടിയിട്ട് വലയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അണ്ണാനെ കണ്ണനും വവ്വാലിനൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വലയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കമ്പിയൊക്കെ അടിച്ച് നിർത്തിയാണ്. ഇതിൻ്റെങ്കിൽ നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ് എത്രത്തോളം മാങ്ങുണ്ട് എന്നൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ അതിൻ്റെ തൈകളിൽ ഇതാണ് ഇപ്പോൾ അതിൻ്റെ അടുത്തുള്ളൊരു മീഡിയം തൈ ഉള്ളത്. അപ്പോൾ നമ്മളവിടുന്ന് ബംഗ്ലാദേശിൽ നിന്ന് തൈ കൊണ്ടുവരുന്ന സമയത്ത് 10-500 തൈ ചെറുത് കൊണ്ടുവന്നായിരുന്നു. അതിന് ഇനി ഒരു 10-50 തൈയും കൂടെ ഈ ഒരു കാറ്റഗറിയിലുള്ളതുള്ളൂ. പിന്നെ ഇതിൻ്റെ ചെറിയ തൈകളുണ്ട് കുറച്ച്. ഈ 2 കാറ്റഗറിയാണ് ഉള്ളത്. പിന്നെ ഡ്രമ്മിലുള്ള തൈകളുള്ളത് കാണിച്ചു തരാം. ഇതൊക്കെയാണ് വെച്ചൊരു വേറൊരു പീസാണ് മിയാസാക്കിൻ്റെ. അപ്പോൾ ഇതും ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഫ്ലവർ കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് കാണിച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമാണ് ഇത് ആദ്യമായിട്ട് കാഴ്ച വരും. 4 മാങ്ങ ഉണ്ടായി. പക്ഷേ നമുക്ക് തിന്നാനുള്ള വിധി ഉണ്ടായില്ല. അത് അണ്ണാൻ കൊണ്ടുപോയി കവറിട്ട് കൊടുത്തിട്ട് കവറോട് കൂടിയിട്ട് താഴെ തിന്നിട്ടിട്ട് ഇവിടെ നമ്മൾ വന്നപ്പോൾ വളരെ സങ്കടകരമായ അവസ്ഥ നോക്കി നിൽക്കേണ്ടി വന്നത്. വീഡിയോ പോലും എടുക്കാൻ പറ്റില്ല. ചെറിയ മാങ്ങ ആകുമ്പോൾ വീഡിയോ ചെയ്തിരുന്നു. നാളെ പൊട്ടിക്കാം മറ്റന്നാൾ പൊട്ടിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തിരുന്ന് അത് അവസാനം മലയണ്ണാനാണാവോ ഇനി അണ്ണാനാണാവും എന്തോ കൊണ്ടൊക്കെ കീറിയിട്ട് ആകെ നശിപ്പിച്ചു. അപ്പോൾ ഇതാണ് ഡ്രമ്മിലുള്ള പ്ലാന്റുകൾ. ഇനി ഒരു പ്ലാന്റ് കാണിച്ചു തരാം. അത് തൈയുടെ പ്രായമുള്ള തൈയാണ്. പക്ഷേ ഇത് ഫ്ലവർ ചെയ്തിട്ടില്ല. എന്താ തന്നെ ഇവിടെ സൺലൈറ്റ് ഇല്ല. വെളിച്ചം സൂര്യപ്രകാശം നന്നായിട്ട് ഉണ്ടാകുന്നവർക്ക് മാത്രമേ ഇത് വെച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കണം. അപ്പോൾ ചിലരെ കൊണ്ടുപോയിട്ട് കാഴ്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേണ്ടതായിട്ടുള്ള സൺലൈറ്റ് അതിന് കിട്ടി കാണൂല. ഓക്കെ. ഇത് ബനാന മാങ്കോൻ്റെ ഒരു ഡ്രമ്മിലുള്ള മാങ്ങയാണ്. നേരത്തെ കാണിക്കാൻ വിട്ടതാണ്. ഇത് ബനാന മാങ്കോൻ്റെ ഒരു മീഡിയം ഡ്രമ്മിലുള്ള ഒരു പ്ലാന്റാണ്. അടുത്തത് ജൈൻ്റ് ഐവറി എന്ന് പറഞ്ഞൊരു മാങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്. ഗ്രീൻ ഐവറിന്നോ ജൈൻ്റ് ഐവറിന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. ജസ്റ്റ് ഒന്ന് മാങ്ങനെ കാണിച്ചു ആണ്. ഗ്രീൻ ഐവറി മാംഗോ, ജൈൻ്റ് ഐവറി, ഗ്രീൻ ഐവറി എന്നൊക്കെ പറഞ്ഞ മാങ്ങയാണിത്. ഏകദേശം 1 കിലോൻ്റെ അടുത്ത് തൂക്കം വരുന്ന ഒരു മാങ്ങയാണ്. ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ വിളവെടുക്കുമ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. കഴിഞ്ഞ സീസണിൽ വിളവെടുക്കുമ്പോൾ എടുത്ത വീഡിയോയാണ്. ഇപ്പോൾ അത് ഓൾമോസ്റ്റ് സീസണിൽ ഇങ്ങനെ പൂത്ത് വരണേ ഉള്ളൂ. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ മാങ്ങകളിൽ പെട്ട കുറച്ച് മാങ്ങകളാണ്. മാങ്ങ ഉണ്ടായി വരണേ ഉള്ളൂ. ജൈൻ്റ് ഐവറി അത് വേറൊരു മാവാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇത് കഴിഞ്ഞ കൊല്ലം പിന്നെ ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. നിറയെ മാങ്ങ ഹാർവെസ്റ്റിംഗ് വീഡിയോ ചെയ്തിരുന്നു. അത് ഇപ്രാവശ്യം വീണ്ടും പൂത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫ്ലവറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജൈൻ്റ് ഐവറിൻ്റെ തൈകളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജൈൻ്റ് ഐവറിൻ്റെ ഒരു ആവറേജ് പ്ലാന്റുകളാണ്. ഒക്കെ കാഴ്ച പ്ലാന്റുകളാണ്. ഫുള്ള് ഫ്ലവർ ചെയ്ത് എന്തായാലും അറിയാം. ഒക്കെ ഹെവി പ്ലാന്റുകളാണ്. ഈ ഇരിക്കുന്നതൊക്കെ ജൈൻ്റ് ഐവറിൻ്റെ ആണ്. ഈ കുറച്ചും കൂടെ അവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ചെറിയ പ്ലാന്റുകൾ ചെറുതേ 3-4 ഉള്ളൂ. ഒക്കെ വലിയ പ്ലാന്റുകളാണ് എല്ലാവർക്കും ആവശ്യം. അതുകൊണ്ട് നമ്മൾ കൂടുതലും കൊടുന്ന് വെക്കുന്നതും വലിയ പ്ലാന്റുകളാണ്. ചെറിയ പ്ലാന്റുകൾ
വെക്കാൻ വേറെ ഒരുപാട് നഴ്സറിക്കാരുണ്ടല്ലോ, എല്ലാവരും അത് വിൽക്കട്ടെ, എല്ലാം വേണ്ടാന്നുള്ള നിലക്ക് കുറേയൊക്കെ നമ്മൾ ഒഴിവാക്കുന്നതാണ്. അത്യാവശ്യമുള്ളവർക്ക് മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വലിയ പ്ലാന്റുകളുണ്ട് ഞാൻ കാണിച്ചു. കാട്ടിമൂണിൻ്റെ ഒരു മിഡിൽ പ്ലാന്റാണ്, ഡ്രമ്മിൽ വെച്ച് സെറ്റ് ചെയ്ത കായ്ക്കൽ തുടങ്ങിയ പ്ലാന്റാണ്. ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയി നോക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ ഭയങ്കരമായിട്ട് വിശാലമായിട്ട് ബുഷായിട്ട് വരും. കാരണം ഇവിടെ സ്ഥലപരിമിതിയാണ്, ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഷോപ്പുകൾ. ഇത് ജെയിൻ്റ് ഐവറിൻ്റെ തൈകളാണ് ഇരിക്കുന്നത്. ക്യൂസാമ്രാഡ് ഉണ്ട്, ഇതാണ് ജെയിൻ്റ് ഐവറി ഇപ്പോൾ കായ്ച്ച് തുടങ്ങിയ തൈകളാണ്. മാങ്ങ കണ്ടാൽ ഏകദേശം 1 കിലോൻ്റെ ഒക്കെ അടുത്ത് തൂക്കം വരുന്ന മാങ്ങയാണ് ജെയിൻ്റെ ഐവറി മാങ്ങ. ഇതിൻ്റെ റെഡ് ഐവറി വേറെ ഉണ്ട്. അപ്പോൾ ഇത് ഗ്രീനാണ്, ഗ്രീൻ ഐവറി എന്ന് പറയാം, റെഡ് ഐവറി എന്നും പറയാം. ഇനി അടുത്തത് നിങ്ങളെ കാണിക്കുന്നത് ക്യൂസാമ്രാഡ് എന്ന് പറഞ്ഞൊരു മാങ്ങ. ഇത് ക്യൂസാമ്രാഡിൻ്റെ ഞാൻ താഴെ വെച്ചൊരു തൈയാണ്. ഏകദേശം ഇവിടെ നഴ്സറി തുടങ്ങുന്ന സമയത്ത് വെച്ചതാണ്. ഇപ്പോൾ ഏകദേശം 2.5 വർഷമായി. ഒരു മീഡിയം തൈ വെച്ചതായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ബുഷായി മാങ്ങ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ക്യൂസാമ്രാഡ്. ക്യൂസാമ്രാഡ് എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്. ഏകദേശം നമ്മളെ ഗോലക് മാങ്ങൻ്റെ ഒക്കെ ഒരു ഷേപ്പാണ് അതിന്. അതിൻ്റെ ടേസ്റ്റ് ഞാൻ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഇക്കൊല്ലം ആദ്യമായിട്ട് കായ്ക്കുകയാണ് ക്യൂസാമ്രാഡ്. അതിൻ്റെ ഹെവി പ്ലാന്റുകളാണ് ഈ കാണുന്നത് ക്യൂസാമ്രാഡിൻ്റെ. ഇതൊക്കെ ക്യൂസാമ്രാഡിൻ്റെ ഹെവി പ്ലാന്റുകളാണ്. ഇത് ക്യൂസാമ്രാഡ് കായ്ച്ചതാണ്. ഇത് ക്യൂസാമ്രാഡിൻ്റെ കായ്ച്ചതും കായ്ക്കാത്തതൊക്കെ ആയിട്ടുള്ള ഹെവി പ്ലാന്റുകളാണ് ഈ കാണുന്നതൊക്കെ. ക്യൂസാമ്രാഡാണ്. ഇതൊക്കെ ക്യൂസാമ്രാഡിൻ്റെ കായ്ച്ച പ്ലാന്റുകളാണ്. കായ്ച്ചതും കായ്ക്കാത്തതുമായ പ്ലാന്റുകളുണ്ട്. ഇതൊക്കെ വെയിൽ കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് നമുക്കിതിൻ്റെ മാവുകളെ കിട്ടുള്ളൂ. നമുക്കൊരു വീഡിയോയിൽ ഇങ്ങനെയൊക്കെ തന്നെ കാണിക്കാൻ പറ്റുള്ളൂ മാവിനെ. ഇനി ഇവിടെ നേരിട്ടിട്ട് വരിക, കാണുക, ഇഷ്ടപ്പെട്ട പ്ലാന്റുകൾ എടുക്കുക. കാരണം ഇതിലപ്പുറം നമുക്കൊരു ഓരോരുത്തർക്കും അതിൻ്റെ വീഡിയോ ഒന്ന് കാണിച്ചു തരുമോ അതൊന്ന് കാണിച്ചു തരുമോ എന്ന് പറയുമ്പോൾ പ്രയാസമാണ്, അത് നടക്കുന്ന കാര്യമല്ല. ഓക്കെ, ഇന്നിപ്പോൾ നമുക്ക് ക്യാമറമാനെ കിട്ടിയോണ്ട് നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ്. ഓക്കെ, റിവ്യൂ ചെയ്യാത്തൊരു മാങ്ങയാണിത്, തായ്വാൻ ആപ്പിൾ മാംഗോ. തായ്ലൻഡിൻ്റെ തന്നെ ആപ്പിൾ മാംഗോ, നമ്മളെ ആർട്ടുവീറ്റൊക്കെ പോലെ തന്നെ അത്ര വലിപ്പം ഉണ്ടാവാത്ത ഒരു മാങ്ങയാണ്. അത് ഇപ്രാവശ്യം പൂത്തിട്ടുണ്ട്. ഒരു 3-4 മരങ്ങൾ പൂത്തിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്കൊരു മാങ്ങ റിവ്യൂ ചെയ്യാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ കുറച്ച് തൈകളുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ റെഫറൻസിന് വേണ്ടിയിട്ട് യൂട്യൂബിൽ നിന്ന് എടുത്തൊരു വീഡിയോ ആണ്. പിന്നെ തായ് റെഡ് ആപ്പിൾ മാംഗോൻ്റെ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ മാങ്ങ അവർ കാണിക്കുന്നത്. നമ്മളത് കണ്ടിട്ടില്ല, എൻ്റെത് ആദ്യമായിട്ട് കായ്ക്കുന്നതുകൊണ്ട് അതിന് പൂർണ്ണ റിവ്യൂ തരണമെങ്കിൽ നമ്മളെ കാഴ്ച തന്നെ വേണം. അപ്പോൾ ജസ്റ്റ് യൂട്യൂബിൽ നിന്ന് അതിൻ്റെ റെഫറൻസിന് വേണ്ടിയിട്ട് എടുത്ത് കാണിച്ചൊരു മാങ്ങയാണ് അത്. അതേപോലെ തന്നെ ഈ കാണുന്നതും കൽക്കട്ടയിലൊരു നഴ്സറിക്കാരെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥം എന്തായാലും നമുക്ക് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു 2-3 മാസം കൊണ്ട് നമുക്കതിൻ്റെ റിവ്യൂ, അതിൻ്റെ യഥാർത്ഥ രൂപം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. കാരണം ഞാൻ പോയ സമയത്ത് ഇവിടെ മാങ്ങ ഇല്ലായിരുന്നു. ഓഫ് സീസണിലാണ് ഞാൻ അതിൻ്റെ തൈ കൊണ്ടുവന്നത്. അത് കാരണം അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കൊടുക്കാനുള്ള തൈകൾ തായ് ആപ്പിൾ മാങ്ങൻ്റെ തൈകൾ ചിലതൊക്കെ ഇതിൽ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ വർഷം ഫ്ലവർ നിർത്തരുത്, ഒക്കെ കട്ട് ചെയ്ത് കളയും. കാരണം നമ്മളതിമ ഫ്ലവർ നിർത്താതിരിക്കുകയാണ് നല്ലത്. അവിടെയൊക്കെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. തായ് ആപ്പിൾ മാംഗോൻ്റെ കുറച്ച് തൈകളാണുള്ളത്. ഒരു 10-30 തൈകളാണുള്ളത്. കഴിഞ്ഞ വർഷം കൊണ്ടുവന്നാണ് ഞാൻ കൊടുക്കാതെ അത് കായ്ക്കുക എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നതാണ്. അപ്പോൾ മദർ പ്ലാന്റ് നമ്മൾക്ക് കായ്ച്ചപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഒരാൾക്ക് കൊടുക്കാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അതിൻ്റെ ഫ്രൂട്ട് കാര്യങ്ങൾ റിവ്യൂ ഒക്കെ പിന്നീട് തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ തായ്വാൻ ആപ്പിൾ മാംഗോ. ഇനി പരിചയപ്പെടുത്താൻ പോണ മാങ്ങയാണ് കിങ് ഓഫ് ചക്കാപത്ത്. അപ്പോൾ കിങ് ഓഫ് ചക്കാപത്ത് എൻ്റെ അടുത്ത് ഇതുവരെ കായ്ച്ചിട്ടില്ല. ഇപ്രാവശ്യം ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെഫറൻസിന് വേണ്ടിയിട്ട് കാണിക്കുകയാണത് കിങ് ഓഫ് ചക്കാപത്ത് മാങ്ങാണ്. അപ്പോൾ നമുക്ക് കിങ് ഓഫ് ചക്കാപത്ത് മാങ്ങൻ്റെ കളറ് പ്രത്യേകത പറയുകയാണെങ്കിൽ നമ്മളെ മിയാസാക്കി അല്ലെങ്കിൽ നാംഡോക്കുമായി പർപ്പിളിൻ്റെ ഒക്കെ ഏകദേശം ഒരു കളറാണ്. ഇതിൻ്റെ ഷേപ്പ് ചെറിയൊരു വ്യത്യാസമുണ്ട്. നല്ല മധുരമുള്ള മാങ്ങയാണെന്നാണ് പറയുന്നത്. പരിചയപ്പെടുത്തുന്നത് കിങ് ഓഫ് ചക്കാപത്താണ്. കിങ് ഓഫ് ചക്കാപത്ത് മാങ്ങ ഞാൻ ബംഗ്ലാദേശിൽ പോയിട്ട് നിങ്ങൾക്ക് ചെയ്തിരുന്നു, അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിരുന്നു. നമ്മളെ നാട്ടിൽ കേരളത്തിൽ കായ്ച്ചു വരുന്ന, ഇനി കായ്ച്ചു എന്ന് പറയണില്ല,
ഇപ്പോൾ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും റിവ്യൂകളൊക്കെ കാലക്രമേണ അത് ആകുന്ന മുറയ്ക്ക് നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് കിങ് ഓഫ് ചക്കാപ്പത്തിൻ്റെ തൈകൾ കാണിച്ചത്. കിങ് ഓഫ് ചക്കാപ്പത്തിൻ്റെ തൈകളാണ്. തൈകളിലും ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ. ജസ്റ്റ് ഇതൊക്കെ ഇപ്പം ഒന്ന് കാണണുള്ളൂ, വീഡിയോക്ക് വേണ്ടി വന്നപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. ഇത് കിങ് ഓഫ് ചക്കാപ്പത്തിൻ്റെ തൈകളാണ് ഈ ഇരിക്കുന്നതൊക്കെ. ഇതൊക്കെ അതിൻ്റെ ചെറിയ തൈകളാണ്. അപ്പോൾ നമ്മളെ സ്ഥലപരിമിതി മൂലം നമ്മളെ ബന്ധുവിൻ്റെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങോട്ട് ഗാർഡൻ ഒന്നും കൂടെ ഉണ്ട് വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇറക്കിയതാണ്. ഇതൊക്കെ കിങ് ഓഫ് ചക്കാപ്പത്ത് ൻ്റെ വലിയ തൈകളാണ്. അപ്പോൾ വെയിലത്തേക്ക് ഉണ്ട് വന്നപ്പോഴാണ് ഇവരൊക്കെ ഫ്ലവറിങ് ഒക്കെ തുടങ്ങുന്നത്. അപ്പോൾ മൾട്ടി ഗ്രാഫ്റ്റഡ് ബോഗൺവില്ല ഞാൻ എത്തിയെന്ന് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഞാൻ വീഡിയോ ചെയ്യാതിരിക്കാനുള്ള കാരണം എൻ്റെ ഫ്ലവർ ഇതൊക്കെ വന്ന യാത്രയിലെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ തൈകൾ. ഇതൊക്കെ മൾട്ടി ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ്. 1, 4, 5 കളറുകളുള്ളതാണ്. യാത്രാക്ഷീണമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഫുൾ ഫ്ലവറിങ് ഒക്കെ ആയാൽ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് ഗ്രീൻ ഐവറിൻ്റെ തൈകളാണ്. ജെയിൻ്റ് ഐവറി ഒക്കെ ഫ്ലവർ ഇട്ട വലിയ വലിയ തൈകളാണ്. അപ്പോൾ കമ്പാരിസൺ നടത്തുന്ന ചേട്ടന്മാരോട് ഒന്ന് പറയാനുള്ളത്, നിങ്ങൾ ഉദ്ദേശിച്ച ടൈപ്പല്ല. നമ്മൾ നെഗറ്റീവ് അടിക്കുന്ന ചേട്ടന്മാരോട് പറയാനുള്ളത്, നിങ്ങളവിടെ ഇരുന്ന് ഇങ്ങനെ നെഗറ്റീവ് അടിച്ചോളി, കിണറ്റിൽ കിടന്നോളി, പുറലോകമൊന്നും കാണണ്ട. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ അടുത്തുള്ള തൈകൾ, നമ്മൾ കൊടുക്കുന്ന തൈകൾ. അപ്പോൾ വീഡിയോ ഇവിടെ ഇപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. ഇനി കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ പുതുമകളുള്ള വീഡിയോകളൊക്കെ ആയിട്ട് വരാം എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ ബായ്. അബ്ദുറസാഖ്, തിരൂർ.